ഹലോ കൂട്ടുകാരെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാം, ഇന്ന് കുറേ പരിപാടികളുണ്ട്. സോ ഇന്ന് ഞായറാഴ്ച കൊണ്ട് നമ്മൾ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്താണ്. ആ ഷൂട്ടൊക്കെ മുടങ്ങിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിലുപരി ഇന്ന് നമ്മൾ ശരിക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ ശരിക്കും ഇവിടെ വെൻഡിങ് നിർത്തുകയാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതിലുപരി അപ്പോൾ എന്തായാലും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കുറേ സർപ്രൈസുകൾ കാത്തിരിക്കുന്ന മുത്തുമണിയുടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു. പിന്നെ അതിലുപരി ഇതാരാന്ന് നോക്കിയോ, ആ കസിൻ ബ്രദറാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ഫ്രണ്ടാണ്. സോ ഓൾസോ എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോവാം. ബാ. അപ്പോൾ നമ്മുടെ ഇന്ന് അമ്പലത്തിൽ ഷൂട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് കളിക്കാൻ തുടങ്ങി. ഓ സെച്ചോട്ടാ, അമ്പലത്തിൽ ഷൂട്ട് കഴിഞ്ഞു. ഇനി ആരാന്ന് കാണിച്ചില്ല. ബാ ബാ ബാ. സോ ഇന്ന് നമ്മുടെ കൂടെ ഇത് നന്മാ അമ്പലമാണ്. ഇന്ന് നമ്മുടെ കൂടെ 2-3 ആൾക്കാരുണ്ട്. ആരാന്ന് കാണിച്ചില്ല. ഇത് നോക്കിയേ. ഹായ് ഹായ് ഹായ്. എന്താണ് എല്ലാവരും ഉണ്ട്. കുഞ്ഞായിട്ട് ഷൂട്ട് കഴിഞ്ഞ് ഇന്ന് വെറൈറ്റി വീഡിയോ ആണ്. വീഡിയോ കാണും. ആ എന്താ മനസ്സിൽപ്പേ, എന്താണിത്? നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. സുന്ദരി ആയിട്ടുണ്ട്. ഇതായാലും ഡ്രസ്. അതെ, ഇത് രഞ്ജിത്ത് രാമൻ ഫാമിലി. അപ്പോൾ രഞ്ജിത്ത് രാമൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്തിൻ്റെ ചേച്ചി, അത് കഴിഞ്ഞത് കുഞ്ഞാറ്റേട്ടാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നേരെ ഒരു ചെറിയൊരു പരിപാടിക്കാണ്. ആ പരിപാടി വീണ്ടും സർപ്രൈസ്. ഹായ് 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 അക്കു ഹായ്. അപ്പോൾ എടാ കേക്ക് അവിടെ കട്ടി കഴിഞ്ഞ ഇല്ല, അപ്പുറത്തല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രേഷൻ്റെ ഭാഗമൊക്കെയായി ബന്ധപ്പെട്ട് ചെക്ക കേക്കൊക്കെ മുറിക്കുകയാണ്. സെലിബ്രേഷൻ്റെ ഭാഗമൊക്കെയായി ബന്ധപ്പെട്ട് ചെക്ക കേക്കൊക്കെ മുറിക്കുകയാണ്. ശരിക്കും ഞാൻ പറയാലോ, കേക്ക് കഴിഞ്ഞു. എന്താണ് വെച്ചത്? അതെ, അത് തന്നെ. രഞ്ജിത്ത് രാം പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കുറച്ച് കേക്ക് മുറിക്കലുണ്ട് ആ പരിപാടി. അപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കുറേ വീഡിയോ എടുക്കാൻ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ. വീടിൻ്റെ ഇനിയാണ് മുത്തുമണികളെ കുറേ പരിപാടികൾ ബാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്, എന്താ പരിപാടി എന്നൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞില്ലതാ. ഇത് നമ്മുടെ സച്ചൂട്ടാ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ സച്ചൂട്ടൻ ഒരു സാധനം പിടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എന്താണെന്നല്ലേ. ഓക്കെ, സോ ഫൈനലി നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്തു. ചേച്ചി താങ്ക് യു. ശരി കേട്ടോ, ബൈ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ എൻ്റെ ഞാനിപ്പോൾ 63K ആയി. ഞാനിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി കേട്ടാ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ സാധനങ്ങളൊക്കെ മേടിച്ചു. സോ രഞ്ജിത്ത് ഇവിടെ തന്നെ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല അടിപൊളി കേക്കാട്ടാ കിട്ടിയിരിക്കുന്നത്. രഞ്ജിത്ത് വെയിറ്റിംഗ് ഉണ്ട്. സോ നമ്മുടെ അതിലുപരി ഒരാളിനെ കൂടി പരിചയപ്പെടുത്തരാം. അക്കു ഹായ്. നമ്മുടെ നല്ല രീതിക്ക് കട്ട അല്ലേ, സീരിയൽ ഓൺലൈൻ അടിപൊളിയാണ്. ബ്രോ പേരെന്തായിരുന്നു? വിനീതില്ലേ? എൻ്റെ പേര് ഷൈനു. ഓക്കെ, അപ്പോൾ വിനീതേട്ടനുണ്ട്, പിന്നെ അക്കു ഉണ്ട്, രഞ്ജിത്ത് ഉണ്ട്, കുഞ്ഞാൻ്റെ ഹായ്. സോ അതിലുപരി കുറേ ആൾക്കാർ, രഞ്ജിത്തിൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഹായ് ബ്രോ. ഷൈനു, അർജുൻ, പാലക്കാടനെ ജിഷ്ണു. ഇനി നമുക്ക് ഒരാളും കൂടി വരാനുണ്ട്. അൺസ്പീഷ്യസ് മാൻ, അതായത് എനിക്ക് ഭയങ്കര ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. സോ ആളിനും കൂടി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ആരാന്നൊക്കെ ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു അൺസ്പീഷ്യസ് ആയിട്ടൊരു മനുഷ്യൻ കാണുന്നത്. ഇതാണ് ആ മനുഷ്യൻ. ഹായ്. സോ ഇത് അനൂപ് രഞ്ജിത്തിൻ്റെ. സോ ഇവൻ ശരിക്കും ആരാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കി, ഈ വീഡിയോ കണ്ടിട്ട് മയങ്കിയ മകനാൻ അവളില തെയ്പുറവാൻ വലിയില മിതക്കിറക്കർ വിളി മുഖത്തുള്ള സിറിയ വലേ സിറുമകളെ കാൽ കൊടുസില നാൻ സിറയെ കാർഗുഴലെ പൂങ്കുഴലെ മുളുമൊഴികള വടിച്ചവലെ ശൃംഗക്കുട്ടി സേൽ. എടാ, ഇതുപോലെ കുറേ വീഡിയോ ഉണ്ട്. സോ മൂപ്പരെ ഞാൻ എന്തായാലും ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. എന്താ ഇങ്ങനെയാണ് ഞാൻ മൂപ്പരുമായിട്ട് നല്ല കമ്പനി ആയിട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പഠിക്കാമെന്ന് അറിയോ. ഞാൻ അതാണ് ഏറ്റവും വലിയ സർപ്രൈസ് കിട്ടാ. അതെ, നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത് എവിടെ നിന്നറിയോ, നേരെ പോത്തുണ്ടി ഡാമിലാണ്ട. 3 വർഷം നമ്മൾ പണിയെടുത്ത സ്ഥലമാണ്. സോ ഒരുപാട് മെമ്മറീസ് ബാക്കിയുള്ള സ്ഥലമാണ്. അവിടെ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, പോത്തുണ്ടി ഡാം. ഇനി പോത്തുണ്ടി ഡാമിൻ്റെ ഒരാളല്ല, സച്ചു ഹായ്ഡാ. സോ ഞാൻ പറഞ്ഞല്ലോ, അനൂപേ ഹായ്. എന്താണ് വിശേഷം? അടുത്തൊരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ അതെന്തായാലും പറഞ്ഞുതരാം. സോ ഹായ്, എന്താ പേരെന്താ? ഫസ്റ്റ് ടൈം മീറ്റ് ആണല്ലേ, ഷൈനു. ഓക്കെ, രഞ്ജിത്ത് റാമിൻ്റെ അല്ലേ? നിന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നില്ല.
അതിലുപരി കുറെ ആൾക്കാർ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ആരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹായ് ശിവേട്ടാ, എന്തുണ്ട്? സുഖല്ലേ ഏട്ടാ? ആരാണ് ചേച്ചി? ചേച്ചി ഹായ്. ഹായ്, സുഖല്ലേ? എന്താണ് എന്നിട്ട് വിഷയം? ഇല്ല അപ്പോൾ പൗസേ. ഹലോ ഹലോ അഡ്വഞ്ചർ പാർക്ക്, സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈൻ, സ്കൂബ, ചൂമറി, കിഡ്സ് കാർ, സിപ്പ് ലൈൻ എന്നീ ആക്ടിവിറ്റികൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡാമിലേക്ക് കയറി ഉടൻ തന്നെ വലതുവശത്തേക്ക് 300 മീറ്റർ നടക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അതെ, ക്യാൻവാസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കസ്റ്റമറോട് അങ്ങോട്ട് ഇങ്ങനെ ആക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അതും പുതിയ ഇവിടെ ഇവൻ ഞങ്ങളെ വിളിച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നോക്കി അവൻ ഒറ്റ കാണിക്കുന്നത്. എന്താണ് ഇനി ഞങ്ങൾ വിളിച്ചാലും പറ്റില്ല. ഇതേണ്ട അവൻ ഒറ്റക്ക് വിളിച്ചിട്ട് എന്നാ അനുഭവം കാണിക്കുന്നത് ശരിയാണോ? അതായത് ഇവന്റെ ടൈമില് ഓക്കെ, അവൻ എന്തോ ഒരു വീഡിയോ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ വീഡിയോ എന്തായാലും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണുന്നത് എവിടെ കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയണ്ട. അല്ലടാ അപ്പൊ ആരും ഓണാക്കും. എടാ അപ്പൊ അവൻ ചാടി കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ എൻട്രി ചെയ്യാൻ പോകും. എന്റെ പൈസ 10 രൂപ. നമ്മള് അപ്പൊ ഇന്ന് അവന് 1K സെലിബ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ അവന് വേണ്ടി ശരിക്കും ഒരു പണി കൊടുക്കാം. മുട്ട പണി കൊടുക്കാൻ പോവാ. ആ മുട്ട പണി എന്താ നിങ്ങൾ എന്തായാലും കാണും കേട്ടോ. നിങ്ങൾ കണ്ടാലേ ബാക്കി മനസ്സിലാവും. റെഡി? അപ്പൊ രഞ്ജിതാമ അവിടെ നിന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൻ്റെ സൈഡിലേക്കാട്ടാ. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ വീഡിയോസ് മിസ്സായി. ഞാൻ ലൈവ് ഇട്ടു. സോ അത് കഴിഞ്ഞുള്ള വിശേഷം നോക്കാം. അവൻ പറഞ്ഞത് ഇതിൽ സക്കരകട്ടിൽ കറക്റ്റ് കൊള്ളിച്ചു കഴിഞ്ഞാൽ 1000 രൂപ കൊടുക്കാനാണ്. അപ്പൊ അങ്ങനെ രഞ്ജിത്ത് നീ എന്തായാലും 1000 രൂപ കൊടുക്കുക തന്നെ വേണം മോനെ. ഇപ്പൊ കൊടുക്കണം വേറെ വഴിയില്ല. ശരിക്കും ചക്കം പെട്ടു. ബാക്കി പൈസ എനിക്ക് 1000 രൂപ പോയടാ രഞ്ജിത്ത്. സത്യം പറഞ്ഞ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ. പക്ഷെ ആ വീഡിയോ ഒന്നും കൂടി കാണുന്നുണ്ട്. ആ വീഡിയോ 500 രൂപ നമുക്ക് അപ്പൊ എന്തായാലും അർജുൻ പൊളിച്ചു. അർജുന എന്താണ് മന്തിയല്ലേ? എല്ലാവരും നോക്കടാ. സങ്കടമൊന്നുമില്ല, എന്നാലും എങ്ങനെയാണ് ഞാനും 10 വിടാം. ഞാനും 10 വിടാം. ബാക്കി എന്റെ മോനെ 10 ട്രെയിൻ അവിടെ എത്തി. എടാ ശരിക്കും നമ്മൾ കളിച്ചതാ അർജുനെ. എടാ ബാക്കി 1000 ബാക്കി വന്നത് 135 രൂപ. 135 കൂടുതലുണ്ട്. ഇല്ല 135 അല്ല 165 രൂപ. അല്ല 160. സോ 1000 രൂപ കിട്ടാതെ അല്ല അത് നിന്റെ പൈസ നീ വെച്ചോ. 1000 രൂപ കിട്ടിയിട്ട് മൂപ്പര് എല്ലാവർക്കും വേണ്ടി ചെലവിന് കേട്ടോ. ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. ആ വീഡിയോ ഒന്ന് കട്ടിയേ. എന്നിട്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചാൽ വിടുന്ന വീഡിയോ ഒന്ന് കാണിച്ചാൽ വിടുന്നതാ. എടാ എങ്ങനെയാണെങ്കിൽ ഒരു 10,000 കൊണ്ട് നടന്നാൽ യൂട്യൂബറിന് ഞാൻ നടന്നാൽ ഇനി വേറെ ചാലഞ്ച് ഉണ്ട്. ആ വീഡിയോ കഴിഞ്ഞു. പൈസ ഓ കടന്നു ചാലഞ്ച് ഉണ്ടാ.
എവിടെയാണ് അത്? ഇതാണോ? അത് കഴിഞ്ഞു ഫുള്ളായി. വരുന്നില്ല എന്ന് പറഞ്ഞാ ഞാനൊന്നും വരുന്നില്ല. അതിന്റെ കുറച്ച് ബാക്കിൽ ഫുള്ള് വെള്ളമല്ലോ. ഓണപരിപാടി പോലെ ആയില്ലേ? അക്കൗണ്ടിന് പ്രാക്ടീസ് ഒന്നാരും അർജുന അത് കാണാം ബാക്കിലാരാ? ഓ നീ കാണുന്നു. യാത്രികന്റെ കറുത്ത കൈകൾ. അർജുന്റെ വയസ്സ് പോയി. അപ്പോൾ ആ കരങ്ങൾ എന്റെയാണ് കേട്ടോ. ആ കരങ്ങൾ എന്റെയാണ്. ഒരുപാട് സന്തോഷം. ആ കരങ്ങൾ എന്റെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെക്കന് 1000 രൂപ കിട്ടാനുള്ള റീസൺ നമ്മൾ തന്നെയാണ്. പക്ഷെ ഫുൾ എമൗണ്ട് കൂടെ ചിലവാക്കിയില്ല. എന്റെ പൈസ പോകാൻ കാരണത്തില് യാത്രികനെ കൊണ്ടിട്ടുണ്ട്. ഏടാ പക്ഷെ ഞാൻ പറയട്ടെ, അവൻ അതായത് 1000 രൂപ എല്ലാവർക്കും വേണ്ടി ചിലവ് ചെയ്തു കേട്ടോ. അതാണ് സത്യം. ഫുൾ എല്ലാവർക്കും വേണ്ടി അവൻ ചിലവ് ചെയ്തു. സോ മുത്തേ താങ്ക് യു സോ മച്ച്. അങ്ങനെ പിള്ളേരെല്ലാവരും തന്നെ ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടി പോയിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ടർമാരാണ്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഞാൻ അടുത്തത് കണ്ടു. ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഞാനൊന്ന് സിപ്ലൈൻ പോയിട്ടാ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളുടെ സിപ്പ് ലൈനിൽ ഒന്നുകൂടെ പോവാണ്. അതിലൂടെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. വിനീതാട്ടിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. വിനീതാട്ടോ റെഡി അല്ലേ? റെഡി? വിനീതാട്ട് പോലെ കയ്യെ കൂട്ടി ചാടിയെ പോക്കോട്ടാ. റെഡി? പോലെ റെഡി? വിട്ടോ, കയ്യെ കൂട്ടി വിട്ടോട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ, നല്ലൊരു അലക്കം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഗായ്സ്. ഇനി ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. എടാ റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഇന്നത്തെ നമ്മുടെ രഞ്ജിത് റാമിന്റെ 1K സെലിബ്രേഷൻ ആണ്. അപ്പോൾ എല്ലാം നമ്മുടെ പിള്ളേർ ഏകദേശം ഉണ്ട്. കുറച്ച് പേര് അവിടെ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. എടാ ഉഷാറാക്കല്ലേ? വഞ്ചരിക്കാം. So thank you guys, thank you so much. അങ്ങനെ ഏകദേശം ഇവിടെ നിന്ന് എൻഡാക്കാൻ പോവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീഡിയോസൊക്കെ അടിച്ച് കിടക്കിയിട്ടില്ല. വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. സോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊണ്ട് ബായ് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഗായ്സ് ശരിട്ടാ, അടാ പോട്ടെ, ബൈ ചെറുമനെ, ആടാ വിളിക്കാം, ബൈ ബൈ ബൈ, എടാ ശരി ടാറ്റാ. അതെ, ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ, വീണ്ടും ഒന്നും കാണാൻ പറ്റിയതിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൊണ്ടും ബായൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി തിരിച്ചു വിട്ടാം. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് അടുത്തൊരു ചെറിയൊരു കുഞ്ഞു പാർക്കിലേക്കാണ്. അപ്പോൾ ഇത് കേക്ക് മുറിക്കുന്ന വീഡിയോ ഞാൻ മാത്രം ആഡ് ചെയ്തിട്ടില്ല. അതെന്തായാലും അവസാനം ഞാൻ എന്തായാലും കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ അവൻ എന്തെങ്കിലും പണി കൊടുക്കണം എന്നുള്ള യാത്രയാണ് ഇനി. ഒട്ടും പണി കൊടുക്കണം. അവൻ ഇപ്പോൾ എല്ലാം ഇങ്ങനെ കഴിഞ്ഞു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും പോണ വഴിക്ക് ആരെങ്കിലും ഉണ്ടാവും. എന്തായാലും അവൻ പരിപാടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സിമ്പിളായി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ഞാൻ ട്വിസ്റ്റ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് കുറേ എല്ലാവരും കൂടി നിന്ന് കുറേ ആൾക്കാരെ നോക്കിയിട്ട് ആർക്കാൻ പറ്റിയ ഒരാളിനെ കൊണ്ട് അടുത്ത് പോയിട്ട് അപ്പോൾ ഒരാളിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഫാമിലി അവിടെ ഉണ്ടെങ്കിലും ആരും ഒരാളിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പിന്നെ രഞ്ജിത്തിനെ കൊണ്ട് കാര്യം അവതരിപ്പിക്കുന്നു. അവൻ്റെ എന്തിന് ഒന്നാം തുമ്പി വെച്ച് അത് വെച്ചാൽ എടാ നീ പാട്ട് പാടുക. ആദ്യം ഒരു വീഡിയോ എടുത്ത് തരാൻ പറയാ. എന്നിട്ട് നീ അവിടെ നിന്ന് പാട്ട് പാടിയിട്ട് ആ ചേച്ചി അവര് മുമ്പത്ത് വെച്ചൊരു ഡാൻസ് കളിക്കുക. എന്നിട്ട് ഫോൺ മേടിച്ചിട്ട് അല്ല ഇതൊക്കെ മാറ്റിയാണ് നമുക്ക്. നമ്മളത് ഇത് കണക്കാക്കണല്ലോ. നമ്മൾ അതിൻ്റെ അടുത്ത് വേറെ ആഡ് ചെയ്ത് കൊടുക്കല്ലേ. അല്ല, ഒന്നാം കുന്നേൽ ഓടിയെത്തി 1000 മലയിൽ അത് മാത്രം വീഡിയോ എടുത്ത് ഏട്ടാ, ഞാനൊരു മറ്റേ റീൽസ് ക്രിയേറ്റർ ആണ്. എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ വേണ്ടി ഫോൺ കൊടുക്കുക. എന്നിട്ട്
നീ പോയി ഡാൻസ് കളിക്കാം. റെഡിയല്ലേ? നീ ഒന്നും ഇല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയില്ല. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് വീഡിയോ ഒന്നാം കുന്നേലോട് നമ്മുടെ ചെക്കൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവന് പറ്റിയ ആൾക്കാരാരാന്നറിയോ? അതുകൊണ്ട് നമ്മുടെ കൂടെ ഇതാ ഉണ്ടല്ലേ, ഇവർ കണ്ട ആൾക്കാർ, ആ ചേച്ചിമാരാണ് ആൾക്കാർ. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. എടാ, അപ്പോൾ രഞ്ജിത്രാം പോകുന്നുണ്ട്. സോ ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര സർപ്രൈസഡായിട്ട് വെയിറ്റിംഗ് ആണ്. രഞ്ജിത്ത് കളിക്കോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. സോ കളിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കണ്ടില്ലേ? എടാ പോടാ. സോ ഇവനെന്താ അവിടെ പോകുന്നു? അവൻ ഇങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൻ വേഗം പോയി അവൻ്റെ ഫോൺ കൊടുത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്താ സംഭവം നോക്കിക്കോ, എന്താ അവസ്ഥ എന്നോ ഉണ്ടാക്കി നോക്കിക്കോ. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചെക്കൻ അടിപൊളി ഡാൻസ് കളിച്ചിട്ടോ, ഭയങ്കര ഇഷ്ടമായി. ആളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഇതെന്താ ഈ ചെക്കൻ കാണിക്കുന്നത്. പക്ഷേ നല്ല രസത്തിൽ കളിച്ചു. സോ ആൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് നേരെ ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു കേട്ടോ, ഒരു യൂട്യൂബ് ചാനലിൽ ഇതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ്, ചെറിയൊരു ചാലഞ്ചാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സോ സത്യം പറയലോ ഇങ്ങനെ ഒരാൾ വീഡിയോ എടുത്തിരുന്നൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നമ്മളൊരു യൂട്യൂബ് ചാനലിലാണ്. സോ ചെക്കൻ്റെ ഒരു 1K സെലിബ്രേഷൻ ആണ്, ചെറിയൊരു ചാലഞ്ച് കൊടുത്താണ്. ഓക്കെ, താങ്ക് യു ബ്രോ. എന്തായാലും ആയതായില്ല, ഒരാളിനെ കൊണ്ടും കൂടി വീഡിയോ എടുക്കാൻ പറയടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനും ഒന്നും നോക്കില്ല കേട്ടോ. ശരി എന്നാൽ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും 4 മൂലയിൽ പ്ലേസ് ചെയ്തു കേട്ടോ. ഇവിടെ 2 ആൾ ഇവിടെ ഉണ്ട്. ഫോണിലാത്താണല്ലേ. ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണവനല്ലേ? ചേച്ചിമാരെ ഹായ്, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ എടുത്താണ്. സോ ഒരുപാട് സന്തോഷം. അപ്പോൾ അവൻ്റെ ചെക്കൻ്റെ ചാനലിൽ ഒരു 1K അടിച്ചിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. സോ അവൻ്റെ സെലിബ്രേഷൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷം, താങ്ക് യു. രഞ്ജിത്രാം വ്ളോഗും ചെക്കൻ അടിച്ചു പൊളിച്ച് ഇല്ല അനുവേ? അതായത് ഭയങ്കര ഒരു സാധനം നോക്കാണ്ട് കയറി അങ്ങോട്ട് മേഞ്ഞിട്ടുണ്ട്. സോ ഒരുപാട് സന്തോഷം. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചി ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്നിട്ട് സ്റ്റാൻഡേർഡ് ആയി കളിക്കുന്നത്, പക്ഷെ എനിക്ക് കളിക്കാൻ അറിയില്ല, ചേച്ചിക്ക് അറിയില്ല. അതെ, കൈയൊക്കെ വിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വീഡിയോ റീൽസൊക്കെ എടുത്തുട്ടാ. റീൽസൊക്കെ കണ്ടാൽ ചിരിച്ച് മരിക്കും മോനെ. അമ്മ റീൽസൊക്കെ ഞങ്ങൾ എടുത്തിരിക്കുന്നുണ്ട. സത്യമായിട്ട് ആ റീൽ എന്താണെന്ന് നോക്കണേ, നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. അങ്ങനെ നമ്മൾ ഫൈനലി അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. സോ അവൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഈടാ 1-ാം കുന്നിൽ പറഞ്ഞാൽ അതൊന്നുമല്ല, ഇതാണ് 1-ാം കുന്നിൽ. നേരെ നോക്കിക്കോ. അപ്പോൾ താങ്ക് യു. സോ ഇന്നത്തെ ദിവസം അടിപൊളിയായി.
പക്ഷേ ഞാനും വളരെയധികം ഹാപ്പിയാണ്. ഞാൻ അത്രയും പ്രതീക്ഷയില്ല ഈ ഒരു സെലിബ്രേഷനും പരിപാടിയൊക്കെ. എന്തായാലും ഹാപ്പിയായി. ഇപ്പൊ നമ്മളെല്ലാവരും അവിടെ നിന്ന് പിരിയണം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ ദ. ഓക്കെ, നീ ആ വീഡിയോ എനിക്ക് അയക്കണേ. ആ ഒന്നാം കുന്നിൽ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ കേട്ടാ. റെഡി, ഞാൻ പോകുന്നേ. മുത്തേ പോട്ടെ, ബൈ, താങ്ക് യു. കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, ഇനെന്താ പോട്ടെ. ഓൾറെഡി എടാ ശരി ട്ടാ, ബൈ ബൈ കുഞ്ഞാട്ടെ, ടാറ്റ. ശരി ട്ടാ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഇനി വന്നിട്ട് ബാക്കി. ബൈ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു, ബൈ.